ലോകം മുഴുവൻ ഒന്നിച്ച് വിളിച്ചതാണ് ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണിയായിരുന്നു ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. 800 കൊല്ലത്തെ പഴക്കണ്ട് അജ്മീർ ദർഗക്ക്. അവിടെ പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും ചെല്ലുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യം ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ ആ ഭരണം ഏറ്റെടുക്കുന്ന വേളയിൽ ഖാജയുടെ ദർബാറിൽ ചെല്ലാറുണ്ട്. അവിടുത്തെ ഉറൂസ് നടക്കുമ്പോ ആ മക്കാമിൽ വിരിക്കാനുള്ള ആ പരവതാനി കൊടുത്തുവിടാത്ത ഏത് പ്രധാനമന്ത്രിയാണുള്ളത്? എല്ലാവരും ഒന്നിച്ച് വിളിച്ചതാണ് ഗരീബ് നവാസ്. അതാണ് ഒരുമിച്ച് എല്ലാവരും പാടിയില്ലേ, ദില്ലി രാജസ്ഥാൻ തുമാരാ യാ ഖാജാ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരാ യാ ഖാജാ. ഇന്ത്യയും രാജസ്ഥാനും അങ്ങയുടേതാണ് ഖാജാ. അല്ല, ഈ ഇന്ത്യ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് ഖാജാ. ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് ഖാജാ. ഇന്ത്യക്കാർ മുഴുവൻ പാടിയത് അങ്ങനെയാണ്. ഇന്ത്യയുടെ സുൽത്താനാണ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു. നമ്മളെക്കാളേറെ ശബ്ദിക്കേണ്ടത് ഹൈന്ദവരാണ്. ഞങ്ങളുടെ മതം ഹൈന്ദവ മതം. ജനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസം കാണിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുറന്നു പറയണം, ഈ പള്ളി പൊടിക്കാൻ നടക്കുന്ന ഇവന്മാരല്ല ഹൈന്ദവരെന്ന് തുറന്നു പറയാൻ ഹിന്ദുക്കൾക്ക് കഴിയണം. ഞങ്ങൾക്കത് പറ്റും. കാരണം മിമ്പറിൽ നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്നുകൊണ്ട് ISIS പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ ഞങ്ങൾ ഉച്ചസ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഈ തോന്നിവാസികൾ, ഈ തീവ്രവാദികൾ, ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇസ്ലാമല്ല, അവർ മുസ്ലിംകളല്ല, ഇസ്ലാമിന്റെ ഒരു തത്വവും അവർ പഠിപ്പിക്കുന്നില്ല, ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് ലോകത്തോട് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചവരാണ് മുസ്ലിം ഉമ്മത്തിലെ. ചുണബയുടെ മൂല്യം എവിടെ എത്തി? കുറഞ്ഞു. ചർച്ചയില്ല. ഗ്യാസിന്റെ വില കൂടി, ചർച്ചയില്ല. പാവപ്പെട്ടവന് കഴിക്കാൻ ഭക്ഷണമില്ല, ചർച്ചയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ പല തെരുവോരങ്ങളിലും പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന, പട്ടിണി കടന്ന് ജീവിക്കുന്ന പാവപ്പെട്ടവനെ കുറിച്ച്, അവനെ ഉദ്ധരിക്കുന്നതിനെ കുറിച്ച് ചർച്ചയില്ല. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മിണ്ടാൻ നേരല്ല. എങ്ങനെ നേരെ ഉണ്ടാവും? ദിവസവും വർഗീയമായ ഓരോ നടപടികൾ. ആ വർഗീയതയാണ് ഏറ്റവും വലിയ സയനിസ്റ്റുകളുടെ, ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ കുതന്ത്രം. എന്താണ്? ഫിർഔനിന്റെ കുതന്ത്രം എന്തായിരുന്നു? അതേ കുതന്ത്രം തന്നെയാണ് തങ്ങളുടെ ഭരണസിരാകേന്ദ്രങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, ഭരണപരമായ അപജയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ വർഗീയത കുത്തിവെക്കണം, ജനങ്ങളെ ഭിന്നിപ്പിക്കണം. ആ ഭിന്നതയിൽ അവർ തമ്മിലടിച്ച് പോകുന്തോറും നമുക്കിങ്ങനെ ഭരണം വികസിപ്പിച്ച് കൊണ്ടുപോകാമെന്ന ബോധ്യമാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് മുസ്ലിം ഉമ്മത്തെ, ജനസമൂഹമേ നമുക്ക് വിജയമുണ്ടാകുക. അല്ലാഹു മതപരമായി ജനങ്ങളെ ഒന്ന് വേർതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മതം എന്ന സങ്കല്പം ഉണ്ടാകുമ്പോൾ ഒരു ദൈവമുണ്ട്, ഈ മതം അവരിലേക്ക് എത്തിച്ച പ്രവാചകനുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ഈ കോൺസെപ്റ്റുകളെല്ലാം നിറഞ്ഞ ഒരു തിയറിക്കാണ് നമ്മൾ മതം എന്ന് പറയാം. ഈ മതത്തിന്റെ ശാസനകൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കണക്കുകൾ വേർതിരിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മുസ്ലിംകളാണ് ഭൂരിപക്ഷം എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം പ്രാക്ടിക്കലായി മതത്തെ കൊണ്ടു നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിംകളാണ് ഭൂരിപക്ഷമുള്ളത്. ക്രൈസ്തവർ എണ്ണത്തിൽ കൂടുതലാണെന്ന് പറയുമ്പോഴും പ്രാക്ടിക്കലൈസ് ചെയ്യുന്നതിൽ പിന്നാക്കമാണ്. പക്ഷേ പ്രാക്ടിക്കൽ തലത്തിലേക്ക് മതത്തെ കൊണ്ടുവരുന്നവർ മുസ്ലിംകൾ തന്നെയാണ്. സെൻസസ് പ്രകാരം 20 കോടി മുസ്ലിംകൾ ഉണ്ട് എന്നാണ് ഇന്ത്യ മഹാരാജ്യം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൂടെ നമുക്ക് ഒന്ന് നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. CAA NRC ഒക്കെ ശരിയായ അളവിൽ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞാൽ കോടിക്കണക്കിന് മുസ്ലിംകൾ ഐഡന്റിറ്റി ഇല്ലാതെയായി മാറുന്നത് കാണാൻ പറ്റും. ഒരു രേഖയുമില്ലാത്തതായി കാണാൻ പറ്റും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു എന്നത് അള്ളാഹുവിനും ജനിപ്പിച്ചവർക്കും അയൽപ്പക്കത്തുള്ളവർക്കും മാത്രം അറിയുന്ന ഒരു രഹസ്യമായി ചുരുങ്ങിപ്പോയ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രാമങ്ങൾ. ഇപ്പൊ വിനീതനിങ്ങനെ ചില ഗ്രാമങ്ങളിലൂടെ 2011 കാലഘട്ടം മുതൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയതാണ്. ചില ദഅ്വാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് UP-യിൽ പോയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല ഗ്രാമങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴും തീരെ മോഡേണൈസേഷന്റെ ഭാഗമായി ഒരല്പം വികാസം പോലും പ്രാപിക്കാത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉത്തരേന്ത്യയിൽ. കേരളത്തിൽ നിൽക്കുമ്പോൾ, കേരളത്തിൽ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളേതോ സ്വർഗത്തിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നത് പോലെ ആയിരിക്കും.
കേരളത്തോട് അല്പമൊക്കെ സാമ്യതയോടെ വൃത്തിയിലാണെങ്കിലും ശുചിത്വത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ അടുത്ത് വരുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. എന്നാലും മധ്യ സംസ്ഥാനങ്ങൾ വളരെ പിന്നാക്കമാണ്. ഇന്ത്യയുടെ മധ്യമേഖലയിൽ കിടക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളെ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് വിഭജിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൾഡ് സിറ്റിയുണ്ട്, ന്യൂ സിറ്റിയുണ്ട്. ന്യൂ ഡൽഹിയുമുണ്ട്, ഓൾഡ് ഡൽഹിയുമുണ്ട്. പഴയ സിറ്റിയുമുണ്ട്, പുതിയ സിറ്റിയുമുണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊന്ന് ആന്തരികമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂ സിറ്റിയിൽ താമസിക്കുന്ന കൂടുതലും സമ്പന്നരായ, സവർണാധിപത്യമുള്ള, അതുപോലെ ഭരണസിരാകേന്ദ്രങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന കുറെ സവർണ ഭിക്ഷുക്കളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, വെള്ളമുണ്ട്, താമസ സൗകര്യങ്ങളുണ്ട്, ഹോസ്പിറ്റൽ ഫെസിലിറ്റികളുണ്ട്, വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്, എല്ലാം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചണ്ടികൾ, വേസ്റ്റുകൾ കൊണ്ടുപോയി ഇടാനുള്ള സ്ഥലങ്ങളായി ഓൾഡ് സിറ്റികൾ മാറിയിട്ടുണ്ട്. അവിടെ താമസിക്കുന്നത് ഈ പറയുന്ന OBC വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കിടയിലുള്ള ആളുകളാണ്. അങ്ങനെ പുഴുവരിച്ച് ജീവിക്കുന്ന, കേവലം പുഴുക്കളായി ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഇടമാണ് ഇന്ത്യ. പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടമുള്ള ഏറ്റവും വലിയ ചേരിയുള്ളത് ഇന്ത്യയിലാണ്, ലോകത്ത്. അത് മുംബൈയിലാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ചേരികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ എത്തി നോക്കുമ്പോൾ ഈ ജനസഹസ്രാബ്ദങ്ങളുടെ പൂർവ്വ പാരമ്പര്യം എങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. ഒരിക്കൽ UP-യിലൂടെ ഇങ്ങനെ സന്ദർശിക്കുന്ന വേളയിൽ ചില താഴികക്കുടങ്ങൾ കണ്ടപ്പോൾ പള്ളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. പള്ളികൾ പോലെ മനോഹരമായ താഴികക്കുടങ്ങൾ. ഇത് മസ്ജിദാണോ? അല്ല, അത് റെയിൽവേ സ്റ്റേഷനാണ്. കുറച്ചുകൂടെ ഇത് പള്ളിയായിരിക്കുമല്ലേ? അല്ലല്ല, അത് മെഡിക്കൽ കോളേജുകളാണ്. മുൻപ് പള്ളിയായിരുന്നതാണോ എന്നൊന്നും അറിയില്ല. ഒരു ടർക്കിഷ് കലാവൈവിധ്യങ്ങൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. മുസ്ലിം രാജാക്കന്മാരുടെ സംഭാവനകളാണ് അതൊക്കെ. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതാപകാലത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ പുഴുവരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ പൂർവ്വപിതാക്കൾ അവരുണ്ടാക്കി വെച്ച പ്രതാപമല്ലാതെ എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഉദ്ഘോഷിക്കാനുള്ളത് സഹോദരങ്ങളെ? അങ്ങനെ ആയിരക്കണക്കിന് അത്ഭുത സൗധങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ നമ്മെക്കുറിച്ച് സച്ചാർ കമ്മീഷൻ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്. 4 ലക്ഷം ചതുരശ്ര ഹെക്ടർ ഭൂമി വഖഫിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ ഭൂമി തിരിച്ചു കിട്ടിയാൽ തന്നെ മതി മുസ്ലിങ്ങൾക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ പറ്റും. ഇതൊന്നും ആരുടെയെങ്കിലും സ്വത്ത് വെട്ടിപ്പിടിച്ചെടുത്തതല്ല, ഏതെങ്കിലും അമ്പലം പൊളിച്ചിട്ട് അവിടെ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നാഥനായ റബ്ബിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്തതാണ്, ഹദിയ ചെയ്തതാണ് പൂർവികരായ മുസ്ലിംകൾ. ഒരാളുടെയും വെട്ടിപ്പിടിച്ചെടുത്തതല്ല. മുസ്ലിംകളുടെ സ്വഭാവം അങ്ങനെയല്ലേ? അവരൊന്നും അങ്ങനെ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, എല്ലാം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മത വിധി വിലക്കുകളൊക്കെ വായിച്ചെടുക്കുന്ന വേളയിൽ തട്ടിയെടുത്തതിൽ ആരാധനകൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പഠിപ്പിച്ചു തരുന്നുണ്ട്. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾ പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി അവരുടെ കയ്യിലുള്ളത് നാഥനായ റബ്ബിന് കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ദാനം ചെയ്യുന്നതാണ്. ആ പ്രതിഫലമല്ലാതെ അവരെന്താഗ്രഹിച്ചുകൊണ്ടാണ് അത് കൊടുക്കുന്നത്? ഇപ്പൊ വേറൊന്നും വേണ്ടാന്നേ, ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് മുസ്ലിങ്ങളല്ലേ? അല്ലേ? ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യർ ഏത് റിലീജിയനിലാണ്? മുസ്ലിംകൾ തന്നെയാണ്. വേറൊന്നും വേണ്ട. 2 വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായി, പ്രളയം ഉണ്ടായി അല്ലേ? ആ പ്രളയകാലത്ത് ബാധിക്കപ്പെട്ടവരിൽ മുസ്ലിംകൾ മൊത്തത്തിൽ കുറവാണെങ്കിലും ഹദിയ നൽകുന്നതിൽ, സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം വഹിച്ചത് മുസ്ലിങ്ങളാണ് അല്ലേ? ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കളക്ഷൻ ഒരുപാട് നടന്നിട്ടുണ്ട്. ഈ ഫണ്ട് കളക്ഷനിലേക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് ആരായിരിക്കും? ഒരു ധവളപത്രം ഇറക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ പേരുകൾ അബ്ദുള്ളയുടെയും മുഹമ്മദിന്റെയും ആയിരിക്കും, മുസ്ലിംകളായിരിക്കും. കാരണം അവർ കൊടുക്കുന്നത് നാഥന് വേണ്ടിയിട്ടാണ്. മതം പഠിപ്പിക്കുന്നത് അതാണ്. അവർക്കങ്ങനെ ഒരു സ്ഥലം തട്ടിയെടുക്കേണ്ടതിന്റെ ആവശ്യമില്ല, തട്ടിയെടുത്ത് സ്ഥലത്ത് ആരാധനകൾ അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യമില്ല.
ഇത് ബാബരി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് ഒരു തുടർക്കഥയെന്നോണം നിരന്തരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. യാതൊരു തെളിവുമില്ല, ഒരു തെളിവും പറയാനില്ല. ഉണ്ടാക്കിയെടുത്ത അപ്രസക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് ഒരു മസ്ജിദിന് മേൽ കർസേവ നടത്തിയിട്ട് അവിടെ രാമനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുമ്പോൾ ആ ദൈവം അതെങ്ങനെ സ്വീകരിക്കുമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അല്പമെങ്കിലും ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ. ഈ മതം എന്ന് പഠിപ്പിക്കുന്നത് അതാണല്ലോ. മതം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയാണ്. മതമൂല്യം എന്ന് പറഞ്ഞാൽ അന്യനെ ഉപദ്രവിക്കരുത്, അന്യനെ വേദനിപ്പിക്കരുത്, അവൻ്റേത് തട്ടിയെടുക്കരുത്, അവൻ്റേത് തട്ടിയെടുത്തതിൽ നീ എന്താരാധന അനുഷ്ഠിച്ചാലും ആ ദൈവം അത് സ്വീകരിക്കില്ല എന്ന് പഠിപ്പിക്കുന്നിടത്താണ് മതമൂല്യമുള്ളത്. അപ്പൊ മറ്റുള്ളവൻ്റേത് തട്ടിയെടുത്തിട്ട് കള്ളത്തെളിവുകൾ പറഞ്ഞ് തട്ടിയെടുത്തിട്ട് അവിടെ നിങ്ങൾ ദൈവത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ അത് ആ ദൈവത്തിനെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാരാണ്? ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാരാണ്? കേവലം രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പാക്കുന്ന നെറികെട്ട ഭരണാധികാരികളുള്ള കാലഘട്ടം. ഇപ്പോൾ ഇന്നലകളിൽ നമ്മളോട് സ്നേഹത്തോടെ ചേർന്ന് നിന്ന ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്. ഇന്ന് അവർ പോലും ചിന്തിക്കുകയാണ്. കാരണം ഇത്രത്തോളം നിരന്തരം വർഗീയതയെല്ലാം ഒന്നും പറയാനില്ല. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മുസ്ലിങ്ങൾ തട്ടിയെടുത്തു, മുസ്ലിങ്ങൾ അമ്പലം കൊള്ളയടിച്ചു, മുസ്ലിങ്ങൾ അമ്പലത്തിന് മേൽ പള്ളി പണിതു, നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് പോലെ ഇവരുടെ മനസ്സിലേക്ക് വരികയാണ്, നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സിലേക്ക് വരികയാണ്. മുസ്ലിങ്ങൾ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്നുള്ള ചിന്തയൊന്നും മനസ്സിലേക്ക് കടന്നു വരാത്തവണ്ണം മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ ഇത്രമേൽ ചർവണം ചെയ്തൊരു മതം ലോകത്ത് വേറെയില്ല എന്ന് പറയേണ്ടി വരും. അതിനൊരു വിജ്ഞാന ശാഖ തന്നെയുണ്ട്, ഫിഖ് എന്നാണ് പറയാ, കർമ്മശാസ്ത്രം. അവന്റെ ജീവിതം എങ്ങനെ, അവന്റെ ചിലവാക്കലുകൾ എങ്ങനെ അവൻ ചിലവഴിക്കുന്നു, ആർക്കൊക്കെ ചിലവഴിക്കുന്നു, എങ്ങനെ സമ്പാദിക്കുന്നു, ജനനം മുതൽ മരണം വരെ അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, എന്ത് എന്ന് കൃത്യമായി രേഖപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം, ഒരു ശാഖ, അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കുമ്പോൾ പള്ളി വേണ്ടെന്നേ, അന്യായമായി പൊരുത്തമില്ലാത്ത ഒരുത്തന്റെ സ്ഥലത്ത് നിസ്കരിക്കുന്നത് പോലും ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ മതം. പൊരുത്തമില്ല ഒരാൾക്ക്, അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സ്ഥലത്ത് നമ്മൾ അവന്റെ അനുവാദമില്ലാതെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് അല്ലാഹുവിൻ്റെത്. പിന്നെയല്ലേ അവിടെ പള്ളി സ്ഥാപിക്കുന്നത്? അതെല്ലാ മേഖലയിലോട്ടോ, പള്ളി എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബമാണെങ്കിലും കച്ചവടമാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും മറ്റൊരാളുടെ പൊരുത്തം സമ്പാദിക്കാത്തതിലാണ് നമ്മൾ ചിലവഴിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫഹുവ ഹറാമുൻ, അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പൊരുത്തമില്ലാതെ തട്ടിയെടുത്തൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കാണ്, ഹറാമുൻ ബിൽ ഇജ്മാഅ്, മുസ്ലിം ഉമ്മത്തിന്റെ ഏകാഭിപ്രായമുണ്ട്, അത് നിഷിദ്ധമാണ് ഇസ്ലാമിൽ. ആ പള്ളി അള്ളാഹുവിന്റെ പള്ളിയല്ല, എല്ലാ പള്ളിയും അള്ളാഹുവിനുള്ളതല്ല, അത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. പക്ഷേ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരു കുറവാണെന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ രാജാക്കന്മാർ എല്ലാവരും മുസ്ലിം പേരുള്ളത് കൊണ്ട് അവരൊക്കെ ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിലുള്ള ശരീഅത്ത് ഭരണം കൊണ്ടു നടന്ന രാജാക്കന്മാരാണെന്നൊന്നും ആർക്കും അവകാശവാദമില്ല. ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യങ്ങളിൽ എവിടെയാണ് ശരീഅത്ത് ഭരണമുള്ളത്? ശരീഅത്ത് ഭരണമുള്ള രാജ്യമുണ്ടോന്ന് ഉണ്ടോ? സൗദിയിലുണ്ടോ? UAE-യിലുണ്ടോ? ഇല്ല. ഇവിടെ ലോകത്തെവിടെയും ഇന്ന് അള്ളാഹുവിന്റെ ശരീഅത്ത് കൃത്യമായി നടപ്പാക്കുന്ന ഒരു രാജ്യമില്ല. ചില ആളുകളൊക്കെ ഈ മുസ്ലിം സ്ത്രീകളോട് തലമറയ്ക്കാൻ പറയുമ്പോൾ ഇവന്മാരൊന്നും സൗദി കാണുന്നില്ലേ? സൗദിയിലതാ ബാറ് തുടങ്ങി, UAE-യിൽ എത്രയോ പെണ്ണുങ്ങൾ തലമറക്കാതെ നടക്കുന്നുണ്ട്. മക്കളെ, അതിന് UAE-യിലേക്ക് നോക്കാനും സൗദിയിലേക്ക് നോക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തിരുവേദം ഇവിടെയുണ്ട്, തിരുദൂതരുടെ അധ്യാപനങ്ങളുണ്ട്, പൂർവ്വസൂരികളുടെ ഇജ്മാ ഉണ്ട്. ഇതിലേക്ക് നോക്കാനല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെയുണ്ടോ, ഈ രാജ്യത്ത് ഇങ്ങനെയില്ലേ, ഇതൊന്നും ഇസ്ലാമിന്റെ വിഷയമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു വന്ന് തെറ്റാണ്. സൗദിയിൽ എന്തുണ്ടോ, സൗദിയിൽ അങ്ങനെയുണ്ടോ, സൗദിയിൽ ഇങ്ങനെയില്ലേ, അത് നമുക്കിടയിലും ചില സമയത്ത് മാത്രം ഉയർന്നു വരുന്നൊരു വാദം കൂടെയാണ്. അങ്ങനെ സൗദിയിലേക്ക് നോക്കാൻ അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചിട്ടില്ല.
വിശുദ്ധ ഖുർആനിലേക്ക്, തിരു ഹദീസിലേക്ക്, അയിമ്മത്തുകളുടെ അഭിപ്രായങ്ങളിലേക്ക്. നമ്മുടെ ഓൺ വോയിസിന് ഇവിടെ അഭിപ്രായമൊന്നുമില്ല. ഖുർആനും ഹദീസും കൊണ്ട് അവരെന്ത് നമുക്ക് കാണിച്ചു തന്നോ അതാണ് അള്ളാന്റെ ദീൻ, അതാണ് അള്ളാന്റെ ദീൻ. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു രാജാക്കന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്വത്തിലേക്കാണ്. അത് മതത്തിന്റെ മേൽ കെട്ടിയേൽപ്പിക്കേണ്ടതില്ല. അവര് മുസ്ലിം പേരുള്ള രാജാക്കന്മാരായിരിക്കാം, പക്ഷെ അവര് ഇസ്ലാമിക ഭരണത്തിന്റെ ആളുകളല്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഈ കാലഘട്ടം വരെ നോക്കുമ്പോൾ ഇസ്ലാമിക ചിട്ടയനുസരിച്ച് ശരീഅത്ത് ഭരണം നടത്തിയ രാജാക്കന്മാര് വിരലെണ്ണിയെടുക്കാൻ ചിലപ്പോൾ ഒരു 10-15 ഒക്കെ മാക്സിമം ഉണ്ടാവും. പേരുകൊണ്ട് മുസ്ലിം. ഉസ്മാനി ഭരണമുണ്ട്, അബ്ബാസി ഭരണമുണ്ട്, പല ഖിലാഫത്തും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും 100% ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോ ശരീഅത്ത് ഭരണം നടപ്പാക്കുന്ന ഏത് രാജാവുള്ള? ആരുമില്ല. അപ്പൊ അവര് ചെയ്യുന്ന കർമ്മങ്ങൾ അത് അവരിലേക്കാണ്, അല്ലാതെ മൊത്തത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ആരും വരേണ്ടതില്ല. ഇസ്ലാമിക നിയമങ്ങൾ ഫോളോ ചെയ്ത ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരുണ്ട്, പക്ഷെ വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് സഹീറുദ്ദീൻ ബാബർ. ഒരു തഹജ്ജുദ് പോലും മുടക്കാത്ത മഹാനായിരുന്നു അത്രേ. ഒരു തഹജ്ജുദ് പോലും മുടക്കാതെ ഇസ്ലാമിക നിയമങ്ങളെ പാലിച്ച് ജീവിച്ച മഹാനായിരുന്നു സഹീറുദ്ദീൻ ബാബർ. അവിടുന്ന് കുറച്ചുകൂടെ വരുമ്പോൾ മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് ഔറംഗസീബ് റഹിമഹുല്ലാഹ്? വിപ്ലവ നായകനാണ്. കേവലം ഒരു രാജാവായിരുന്നില്ല, വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലാഹ്. ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഫത്താവ ആലംഗീർ. അതിന്റെ രചയിതാവാണ് മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലാഹ്. അവിടുത്തെ മകൾ സീനത്ത് ബീഗം, ആ സീനത്ത് ബീഗം തഫ്സീർ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഖുർആന്. സീനത്തു തഫാസീർ, മനോഹരമായ തഫ്സീർ. അപ്പോ വെറും ഒരു രാജാവായിരുന്നില്ല, ഒരു പണ്ഡിതൻ കൂടെയായിരുന്നു മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. 5 പൈസ പൊതു ഖജനാവിൽ നിന്നെടുക്കാത്ത മഹാൻ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് മാത്രം ഭക്ഷിച്ച മഹാൻ. എപ്പോഴെങ്കിലും ജനങ്ങളുടെ കാര്യം നോക്കി പൊതുഖജനാവിലെ പണം കൊണ്ട് വിളക്ക് കത്തിച്ചിട്ടിരുന്നിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കും കുടുംബക്കാരുടെ വരവ്. കുടുംബക്കാർ വരുമ്പോൾ തന്നെ ഈ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കളയും. ഈ വിളക്കണച്ചിട്ട് സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ വിളക്ക് കത്തിച്ചിട്ട് അവരുമായി സംസാരിക്കുന്ന, അവർക്ക് ഞാൻ സമ്പാദിച്ചതിൽ നിന്നാണ് അവരുമായി ഞാൻ പങ്കിടേണ്ടത്. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കത്ത് തന്റെ ആവശ്യത്തിന് വേണ്ടി എഴുതുമ്പോൾ പൊതുഖജനാവിലെ പേനയും പേപ്പറും എടുക്കാതെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് എടുത്തിരുന്ന മഹാൻ. അങ്ങനെയുള്ള ഈ മഹാൻ അമ്പലം പൊളിച്ചു അത്രേ. ഇവരൊക്കെ ക്രൂരന്മാരായിരുന്നു അത്രേ. മറ്റുള്ളവന്റെ സ്ഥലം കയ്യേറിയിരുന്നു അത്രേ. അമ്പലത്തിന് മേൽ പള്ളി കെട്ടിപ്പൊക്കിയത്രേ. നെറികെട്ട ആരോപണങ്ങൾ, ഇന്ന് വരെ ആരും പറയാത്ത ആരോപണങ്ങൾ, സംഖ്യകൾക്കല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയാത്ത, ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത നെറികെട്ട ആരോപണങ്ങൾ ഈ പൂർവ്വസൂരികൾക്ക് മേൽ പടച്ചുവിടുമ്പോ എങ്ങനെയാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുക? ഇപ്പോ മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലാണ് ഇവിടെ ഗ്യാൻവാപ്പി മസ്ജിദിനെ കല്ലിടുന്നത്. അന്ന് ഗ്യാൻവാപ്പിയുടെ അടുത്ത് ഒരൊറ്റ അമ്പലം പോലും ഒന്നില്ല. ഒരമ്പലം പോലും ഒന്ന് ഗ്യാൻവാപ്പി മസ്ജിദിന്റെ അടുത്തില്ല. ഏതാണ്ട് 1690 കല്ലിടുന്നത്. പിന്നെയും അവിടെ നിന്ന് 100 വർഷങ്ങൾക്കിപ്പുറം 1780 ഒരു ക്ഷേത്രത്തിന്, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് കല്ലിടുന്നത്. അന്ന് ഈ പള്ളി കയ്യേറി, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അടിയിൽ അമ്പലമായിരുന്നു, അല്ലെങ്കിൽ ഈ പള്ളിയുടെ അടിയിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാശി വിശ്വനാഥ ക്ഷേത്രം അവരവിടെ സ്ഥാപിക്കുകയും അവിടെ ആരാധനകൾ നടത്തുകയും ചെയ്തു. ഈ പള്ളിയെ ആരും തൊട്ടിട്ടില്ല. പിന്നീട് സിഖ് വംശത്തിൽപ്പെട്ട ഒരു രാജാവ് അത് പുതുക്കിപ്പണിതിട്ടുണ്ട്. അപ്പോഴും പള്ളിക്ക് മേൽ ആരും കൈവച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ രക്തപ്പുഴ ഒഴുക്കണം, ഇവിടെ ഭിന്നത ഉണ്ടാക്കണം, ജനങ്ങളെ തമ്മിലടിപ്പിക്കണം, വർഗീയമായ ചേരിതിരിവുണ്ടാക്കണം, എങ്കിലേ തങ്ങൾക്ക് ഇനിയും ഭരിക്കാൻ കഴിയൂ എന്ന ചിന്തയിലേക്ക് അധികാരികൾ എത്തിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന ഈ തോന്നിവാസങ്ങളെല്ലാം. ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളുടെ പൂർവികരായ ഹൈന്ദവർക്കൊന്നും മനസ്സിലായിട്ടില്ല, അവരൊന്നും യഥാർത്ഥ ഹിന്ദുക്കളല്ല. കാരണം അവരൊരിക്കലും ഈ പള്ളി തകർക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ഈ സംഘപരിവാർ അനുകൂലികൾ മാത്രമാണ് ഇതിങ്ങനെ വിസർജിക്കുന്നത്. ഇപ്പോ നമ്മള് സമ്പൽ ഷാഹി മസ്ജിദിൽ നടന്നത് എന്താണ്? അവിടെയും പ്രതിഷ്ഠയുണ്ട്. അവിടെയും അന്വേഷണത്തിന് ആളുകൾ വരികയാണ്. എതിർക്കാൻ പോയവരെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയാണ്. നെറികെട്ട ഭരണകൂടം. കാമ മിണ്ടാൻ അവകാശമില്ലാതായി പോയി ജനങ്ങൾക്ക്. അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ പദവി നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. നമുക്കിത്തിരി ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിലപ്പുറം എന്ത് പറയാനാണ്? എത്ര പേര് ഇതിനൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്? എത്ര പേര് മിണ്ടുന്നുണ്ട്? എല്ലാവരുടെയും വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചതുപോലെ
എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോ മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മസാറിലേക്കും അവിടെയും ശിവന്റെ അമ്പലായിരുന്നു അത്രേ. മഅദല്ലാഹ്. തെളിവ് കേവലം ഒരു പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഹർജി കൊണ്ടുവരുമ്പോഴേക്ക് അന്വേഷണത്തിന് ഉത്തരവിടുന്ന കത്തയക്കുന്ന കോടതികൾ എത്രമേൽ കോമഡിയായി പോയി എന്നുള്ളതാണ്. എന്റെ രാജ്യത്ത് എനിക്ക് ഏറ്റവും അവസാനം ചെന്നെത്താനുള്ള അത്താണി ഈ രാജ്യത്തെ കോടതിയാണെങ്കിൽ, ജുഡീഷ്യറി ആണെങ്കിൽ, അതുപോലും ഇന്ന് നാണിപ്പിക്കുമാറ് സംഘപരിവാറിനൊപ്പം നിൽക്കുന്നോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. മഹാനായ ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരായിരുന്നു ഖാജ? അവിടുന്ന് ഭീകരതയുടെ ആളായിരുന്നു, തീവ്രതയുടെ ആളായിരുന്നു, ഭീകരവാദിയായിരുന്നു? അല്ലല്ലോ. ലോകം മുഴുവൻ ഒന്നിച്ച് വിളിച്ചതാണ് ഗരീബ് നവാസ്, പാവങ്ങളുടെ അത്താണിയായിരുന്നു ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. 800 കൊല്ലത്തെ പഴക്കണ്ട് അജ്മീർ ദർഗക്ക്. അവിടെ പോകുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും ചെല്ലുന്നുണ്ട്. ഇന്ത്യ മഹാരാജ്യം ആരൊക്കെ ഭരിച്ചിട്ടുണ്ടോ ആ ഭരണം ഏറ്റെടുക്കുന്ന വേളയിൽ ഖാജയുടെ ദർബാറിൽ ചെല്ലാറുണ്ട്. അവിടുത്തെ ഉറൂസ് നടക്കുമ്പോൾ ആ മഖാമിൽ വിരിക്കാനുള്ള ആ പരവതാനി കൊടുത്തുവിടാത്ത ഏത് പ്രധാനമന്ത്രിയാണുള്ളത്? എല്ലാവരും ഒന്നിച്ച് വിളിച്ചതാണ് ഗരീബ് നവാസ്. അതാണ് ഒരുമിച്ച് എല്ലാവരും പാടിയില്ലേ? ദില്ലി രാജസ്ഥാൻ തുമാരായ ഖാജ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരായ ഖാജ. ഇന്ത്യയും രാജസ്ഥാനും അങ്ങയുടേതാണ് ഖാജ. അല്ല, ഈ ഇന്ത്യ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് ഖാജ. ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് ഖാജ. ഇന്ത്യക്കാർ മുഴുവൻ പാടിയത് അങ്ങനെയാണ്. ഇന്ത്യയുടെ സുൽത്താനാണ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാൻ ചെയ്ത സേവനം എന്താ? ആ സേവനം ഒരിക്കലും ഭീകരതയുടേതായിരുന്നില്ല. എല്ലാവരെയും ചേർത്തു പിടിച്ചു. ആ ചേർത്തുപിടിക്കലിന്റെ ഫലമാണ് ഹിന്ദുമേ 90 लाख को कलमा पढ़वाയ 90 ലക്ഷം ആളുകളാണ് ഇസ്ലാമിലേക്ക് ഖാജ മുഖേന വന്നത്. 90 ലക്ഷം ആളുകൾ. ഇവിടെ ഇവന്മാരൊക്കെ എത്ര പേര് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? സ്വഭാവം കണ്ടുവന്ന് എത്ര, നമ്മുടെ സ്വഭാവം കണ്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്? ഒരൊറ്റെണ്ണം വരുന്നുണ്ടോ? നമ്മുടെ വായിൽ നിന്നുള്ള തെറിവിളികളും തോന്നിയവാസങ്ങളും ചീത്ത പറയലും അന്യന്റെ കട്ടുനോക്കലും ഒക്കെ മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് നമ്മൾ എന്ത് വഴിയാണ് ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ, പൂർവ്വസൂരികൾ മഹാനായ ഖാജയെ പോലെ റളിയല്ലാഹു അൻഹു ഇവിടെ കാണിച്ചു തന്ന പാതയും എത്രമേൽ സുന്ദരമാണ്. അതാണ് തസവൂഫിന്റെ വഴി. ചിസ്തി ത്വരീഖത്തിലെ മഹാനാണ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെയൊക്കെ പാതയത്തിൽ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും ഖാജയുടെ വിഷയത്തിൽ ഐക്യത്തോടെ നിൽക്കുന്നുണ്ട്. ഈ ഐക്യം തകർക്കണം. അതാണ് ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം. അല്ലാതെ ഇപ്പോ അജ്മീർ ഖാജ തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിവാദവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അജ്മീറുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും സംഘപരിവാറിനിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐക്യത്തോടെയുള്ള ആ പോക്ക്, ഖാജയുടെ വിഷയത്തിലുള്ള ഏകാഭിപ്രായം, അത് തകർക്കണം. ആ ഒന്നിച്ചിരിക്കുന്ന മേഖലകളൊക്കെ തകർത്ത് കളഞ്ഞാലേ നമുക്കിവിടെ ഭരണം കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെക്കാൾ ഏറെ ശബ്ദിക്കേണ്ടത് ഹൈന്ദവരാണ്. ഞങ്ങളുടെ മതം ഹൈന്ദവ മതം. ജനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസം കാണിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുറന്നു പറയണം, ഈ പള്ളി പൊടിക്കാൻ നടക്കുന്ന ഇവന്മാരല്ല ഹൈന്ദവരെന്ന് തുറന്നു പറയാൻ ഹിന്ദുക്കൾക്ക് കഴിയണം. ഞങ്ങൾക്കത് പറ്റും. കാരണം മിമ്പറിൽ നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്നുകൊണ്ട് ISIS പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ ഞങ്ങൾ ഉച്ചസ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഈ തോന്നിവാസികൾ, ഈ തീവ്രവാദികൾ, ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇസ്ലാമല്ല, അവർ മുസ്ലിംകളല്ല, ഇസ്ലാമിന്റെ ഒരു തത്വവും അവർ പഠിപ്പിക്കുന്നില്ല, ഞങ്ങളുമായൊരു ബന്ധവുമില്ല എന്ന് ലോകത്തോട് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചവരാണ് മുസ്ലിം ഉമ്മത്തിലെ ചുണക്കുട്ടികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതിന് കഴിയണം. ഇവരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക്, ഈ പള്ളി പുളിയന്മാരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ സനാതന മൂല്യം ഉൾക്കൊള്ളുന്ന ഹൈന്ദവർക്ക് കഴിയണം. എങ്കിലേ ഈ രാജ്യത്ത് യൂണിറ്റി നിലനിൽക്കുകയുള്ളൂ, ഐക്യം നിലനിൽക്കുകയുള്ളൂ. അള്ളാഹു എല്ലാവർക്കും ഐക്യം നിലനിർത്തി ചെറുമാറാകട്ടെ. ഇന്ന് ലോകം ഇന്ത്യയെ വീക്ഷിക്കുകയല്ലേ അല്ലെ? മീഡിയകളിലൂടെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പാടിപ്പുകഴ്ത്തിയിരുന്നത് എന്താണ്? ഇന്ന് നോക്കുമ്പോൾ മുസ്ലിംകൾ പീഡിപ്പിക്കപ്പെടുന്നൊരിടം, മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ സ്വസ്ഥമായി കഴിയാത്തൊരിടം. നിങ്ങൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കിയേ, ജസ്റ്റ് ഓൺലൈനിൽ
ഓൺലൈൻ മാധ്യമങ്ങളും നോക്കി എങ്ങനെയാണ് അവർ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇന്ത്യയെ വാനോളം പാടിപ്പുകഴ്ത്തിയിരുന്ന മാധ്യമങ്ങൾ ഫാസിസ്റ്റ് ഭരണകൂടം വന്നതിന് ശേഷം ഇത് കുടുസായ ഒരു രാജ്യമായി മാറുകയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് ഉദ്ഘോഷിച്ചിരുന്ന രാജ്യം, ഈ മതേതര രാജ്യം ഒരു മതരാഷ്ട്രമാക്കിയെടുക്കാൻ പാടുപെടുന്ന ഒരു സമൂഹത്തിന്റെ ക്രൂരതകളെ കുറിച്ച് വിമർശിക്കുന്ന പത്രങ്ങൾ, മാധ്യമങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര മേഖലയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. വേണ്ട, 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. ഈ സ്വതന്ത്രമായതിനു ശേഷം ഏത് ആരാധനാലയവും ആരുടെ കയ്യിലാണോ നിലനിൽക്കുന്നത്, പിന്നെ അതിന്മേൽ മറ്റൊരാൾക്ക് അവകാശം പറയാൻ പാടില്ല. ഈ നിയമം എപ്പോഴാണ് പാസാക്കിയത്? 1991 പാർലമെന്റ് പാസാക്കിയ നിയമമാണത്. ബാബരി മാത്രം അതിൽ നിന്ന് പുറത്താണ്. ബാബരി അല്ലാത്ത എല്ലാ പള്ളികളും, എല്ലാ അമ്പലങ്ങളും ആരുടെ കയ്യിലാണോ 947 മുതൽ നിലനിൽക്കുന്നത് അത് അവരുടേത് തന്നെയാണ്. അതിന്മേൽ മറ്റൊരാൾക്കും അവകാശമില്ല എന്നാണ്. ഈ നിയമങ്ങളൊക്കെ അറിയുന്ന കോടതി തന്നെ ഇതിനെയെല്ലാം ലംഘിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ, ഇവിടെയെല്ലാം കടന്നു ചെല്ലാൻ സർവേ നടത്താൻ അനുവാദം കൊടുക്കുമ്പോൾ, ഇങ്ങോട്ടെല്ലാം നോട്ടീസ് അയക്കുമ്പോൾ, ഏതെങ്കിലും ഒരാൾ ഹർജിയുമായി വരുമ്പോൾ അതൊക്കെ സ്വീകരിക്കുന്ന ഹിന്ദുത്വ നിലപാടിനോടൊപ്പം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടാവുക? അവന്റെ നീതിയുടെ ബോധോദയം മുഴുവൻ അസ്തമിച്ചു പോകുന്ന ഘട്ടമല്ലേ. എന്റെ രാജ്യം നീതികേടിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലിലേക്ക്, അല്ല ബോധ്യത്തിലേക്ക് തന്നെ അവർ എത്തിപ്പെടുകയല്ലേ. അതുകൊണ്ട് തന്നെ കോടതികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് തുറന്നു പറയുന്നതിൽ നമുക്കൊരു ഭയവുമില്ല. ഇന്ന് അനൈക്യങ്ങളാണ് എല്ലായിടങ്ങളിലും. എന്തിനാണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് രൂപയുടെ മൂല്യം എവിടെ എത്തി? കുറഞ്ഞു. ചർച്ചയില്ല. ഗ്യാസിന്റെ വില കൂടി, ചർച്ചയില്ല. പാവപ്പെട്ടവന് കഴിക്കാൻ ഭക്ഷണമില്ല, ചർച്ചയില്ല. ഇന്ത്യ മഹാരാജ്യത്തെ പല തെരുവോരങ്ങളിലും പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന, പട്ടിണി കടന്ന് ജീവിക്കുന്ന പാവപ്പെട്ടവനെ കുറിച്ച്, അവനെ ഉദ്ധരിക്കുന്നതിനെ കുറിച്ച് ചർച്ചയില്ല. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മിണ്ടാൻ നേരല്ല. എങ്ങനെ നേരെയുണ്ടാവും? ദിവസവും വർഗീയമായ ഓരോ നടപടികൾ. ആ വർഗീയതയാണ് ഏറ്റവും വലിയ സയനിസ്റ്റുകളുടെ, ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ കുതന്ത്രം. എന്താണ്? ഫിർഔനിന്റെ കുതന്ത്രം എന്തായിരുന്നു? അതേ കുതന്ത്രം തന്നെയാണ് തങ്ങളുടെ ഭരണസിരാകേന്ദ്രങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, ഭരണപരമായ അപജയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ വർഗീയത കുത്തിവെക്കണം, ജനങ്ങളെ ഭിന്നിപ്പിക്കണം. ആ ഭിന്നതയിൽ അവർ തമ്മിലടിച്ച് പോകുന്തോറും നമുക്കിങ്ങനെ ഭരണം വികസിപ്പിച്ച് കൊണ്ടുപോകാമെന്ന ബോധ്യമാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് മുസ്ലിം ഉമ്മത്തെ, ജനസമൂഹമേ നമുക്ക് വിജയമുണ്ടാകുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ബലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവൻ്റെ പൂർവികർ ഒരുപാട് വേദന അനുഭവിച്ച് നേടിത്തന്നത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം. ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന സുരക്ഷിതത്വമുണ്ട്. ആ ഭരണഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടി പോരാടാൻ കഴിയുന്നിടത്തൊക്കെ കൃത്യമായി പോരാടുന്നവനാകണം മുസ്ലിം. അത് നമ്മുടെ ബാധ്യതയാണ്. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കലെന്ന് പഠിപ്പിച്ചു തന്നൊരു മതം, ഒരു ദർശനം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ബാബർ പറയുന്നുണ്ട് സ്വന്തം മകനോട്, മോനെ, എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്, സൂക്ഷിക്കണം, അവർക്കിടയിൽ ഭിന്നത വരാതെ നോക്കണം. വൃന്ദാവൻ ഗാർഡനിലേക്ക് ചെന്നിട്ട് ചില റിസർച്ചുകൾ ഇങ്ങനെ നോക്കുമ്പോൾ മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ചരിത്രങ്ങൾ. ക്ഷേത്രങ്ങൾ തകരാതിരിക്കാൻ കാവൽ നിന്നൊരു രാജാവ്, ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം കൊടുത്തൊരു രാജാവ്, മഹാനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിൻ്റെ മതമാണത്. നമുക്ക് റോൾ മോഡൽ ആരാണ്? നമുക്ക് റോൾ മോഡൽ ഒരു രാജാവുമല്ല. അത് ഔറംഗസീബ് ആണെങ്കിലും, ബാബറാണെങ്കിലും, ചാലിബാനാണെങ്കിലും, ആരാണെങ്കിലും നല്ലവരുണ്ട്, മോശാളുകളുണ്ട്. നമ്മളെല്ലാം നോക്കുന്നത് ഹബീബിലേക്കാണ്. ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടില്ല. ഹൃദയത്തിലൊരു രൂപം വരയ്ക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ കാണാത്ത മുസൽമാന്റെ ഖൽബിലെ ചങ്കിലെ ചോരയായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് കാണിച്ചു തന്നത് ഐക്യത്തിന്റെ പാതയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവും, ഈമാൻ മുറുകെ പിടിച്ചു നിൽക്കണമെന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി എത്രമേൽ നമ്മെ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. വേണ്ട, നമ്മളെ പരിഹസിക്കുമ്പോൾ ചില ട്രോളുകൾ കണ്ടു. അജ്മീറുമായി ബന്ധപ്പെട്ട് അടിയിൽ ശിവവിഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ട്രോളാൻ പോകേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റു പലരും ആരാധിക്കുന്ന അവരുടെ ആരാധനാ പാത്രങ്ങൾ,
അവരുടെ ആരാധനാപാത്രങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, നിങ്ങൾ ചീത്ത പറയരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെന്തൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ ട്രോളാൻ പോകണ്ട. അതിനർത്ഥം നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നല്ല, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നല്ല. ഖുർആൻ പറയുന്നത് പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം. പ്രതിരോധം ഒരിക്കലും അപരാധമല്ലല്ലോ. പ്രതിരോധിക്കണം. എങ്ങനെ? ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായ രീതിയിൽ നിങ്ങൾ പ്രതിരോധിക്കണം, നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾ അടങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പ്രതിഷേധിക്കുന്നവരായാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, പ്രയാസങ്ങൾക്കപ്പുറം എളുപ്പമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, ഖുർആൻ കാലികമാണ്. അന്നൊരു ഫിർഔനുണ്ടെങ്കിൽ ഇന്നൊരു ഫിർഔനുണ്ട്, അന്നൊരു മൂസയുണ്ടെങ്കിൽ ഇന്നും മൂസയുണ്ടാകണം. നമ്മളിൽ എത്ര പേർ മൂസയാകും അലൈഹിസ്സലാം? ഫിർഔൻ തന്റെ പട്ടാളത്തോടൊപ്പം ആർത്തിരമ്പി വരുമ്പോ മുൻപിൽ കടലാണ്, തകർന്നു പോയില്ല മനുഷ്യൻ. അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ആര് തകർക്കാൻ വന്നാലും, ഏത് ഫിർഔൻ വന്നാലും, അവന്റെ പട്ടാളം വന്നാലും ഇളകില്ല മൂസ, തകരില്ല മൂസ, തളരില്ല മൂസ. കാരണം ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്. ആ ബോധ്യം നമ്മിലുണ്ടാകണം. എന്നിട്ട് ഇത് പ്രതിഷേധിക്കണം. നിരന്തര പ്രതിഷേധങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും. ചിലത് നമ്മുടെ സ്വഭാവം കൊണ്ട്, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ. പക്ഷെ ബില്ലത്തി ഹിയ അഹ്സൻ, മാന്യമായ രൂപത്തിൽ. പ്രതിഷേധിക്കാതെ മിണ്ടാതിരിക്കണം എന്നല്ല അല്ലാഹു പറഞ്ഞത്, പ്രതിരോധിക്കണം എന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബില്ലത്തി ഹിയ അഹ്സൻ, ഉദാത്തമായ രൂപത്തിൽ. അവരെ തെറി വിളിച്ചാൽ നീ തെറി വിളിക്കാൻ പോകരുത്. കാരണം ഇസ്ലാമിന്റെ രീതി അതല്ല. അവര് അള്ളാഹുവിനെ തെറി പറഞ്ഞാൽ, മുത്തുനബിയെ പരിഹസിച്ചാൽ, നിങ്ങൾ അവരുടെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പരിഹസിക്കാൻ പോകരുത്. നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് അള്ളാഹിന്റെ അധ്യാപനം. നിങ്ങൾ ട്രോളേണ്ട ആളുകളല്ല, നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് പ്രതിരോധം തീർത്ത് ഈമാനോടുകൂടെ മുന്നേറിയാൽ നിങ്ങൾക്ക് അള്ളാഹു എളുപ്പം തരും, നിങ്ങൾക്ക് വിജയം തരുമെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. അത് ആസ്വദിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.